ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2 ദിവസമായിട്ട് ഓണത്തിരക്കുകൾക്കിടയിൽ പെട്ടുപോയി കേട്ടോ. അതാണ് കാണാഞ്ഞത്. ഉച്ചയ്ക്ക് ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഉച്ചക്കലത്തെ ഊണിനുള്ള കാര്യങ്ങളൊക്കെ അടുക്കളയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളിക്കും മുരിങ്ങക്കോലും വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് അയിലക്കറിയാണ്. അയിലക്കറി ഇതാ ചട്ടി കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വക സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ വീട്ടിലുള്ളപ്പോൾ മീൻ വറുത്ത് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാറുണ്ട്. പുള്ളിയുടേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അതൊക്കെ വെക്കുന്നത്. ആദ്യം തന്നെ മീനെടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് പുരട്ടി ഒരു 10-20 മിനിറ്റ് വെച്ചിട്ടാണ് വറക്കുന്നത്. അപ്പോഴത്തേനും എന്താ നമ്മുടെ മുരിങ്ങക്കോലും തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊഴിച്ചിട്ടുണ്ട്. അരപ്പെന്ന് പറയുമ്പോൾ തേങ്ങായും ഒരല്ലി വെളുത്തുള്ളി, 2-3-4 അല്ലി ചുമന്നുള്ളിയും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച അരപ്പാണ്. ലാസ്റ്റ് താളിച്ചൊഴിക്കുന്നുണ്ട്. അങ്ങനെ തക്കാളിക്കും മുരിങ്ങക്കോലും ഒക്കെ ഇട്ട് വെച്ച് ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ വറുത്തെടുക്കുക. അതിനുശേഷം വേണം ഗ്രേവി ഉണ്ടാക്കാനായിട്ട്, പൊള്ളിക്കാനായിട്ട്. അതിനായിട്ട് തക്കാളിക്ക, ചുമന്നുള്ളി, സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും. എത്രത്തോളം ഗ്രേവി ആവശ്യമാണോ അത്രത്തോളം അളവിൽ എല്ലാം എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ മീൻ വറുത്ത ചീനച്ചട്ടിയിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സവാള ഇട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ചുമന്നുള്ളിയും ചതച്ച നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയുമാണ് എൻ്റെ ഹസ്ബൻഡ് ചേർത്തത്. വേണമെങ്കിൽ നമുക്ക് പെരുംജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അത് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് തക്കാളിക്ക ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി അതിനുശേഷം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അരപ്പിനാവശ്യമായിട്ടുള്ള കുറച്ച്, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് തിളയ്ക്കാനായിട്ട് വേണ്ടി മാത്രം, ഒത്തിരി വെള്ളം ചേർക്കല്. അത് ഈ ഒരു പരുവത്തിന് എടുത്തിട്ട് ഒരു വാഴയില വാട്ടിയെടുത്തിട്ട് ആ ഗ്രേവി വെച്ച് ആ മീനും വെച്ച് ആ മീൻ ഫുള്ള് ഗ്രേവി കൊണ്ട് കവർ ചെയ്തിട്ട് ഇത് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടണം. വാഴയിലക്കകത്ത് തന്നെ ഇതുപോലെ പൊതിഞ്ഞ് ഒരു വാഴയിലയുടെ നാരെടുത്തിട്ട് ഇതുപോലെ കെട്ടി നല്ല രീതിയിൽ കെട്ടിയിട്ട് വേണം നമുക്ക് പൊള്ളിച്ചെടുക്കേണ്ടത്. ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം മീൻ പൊള്ളിക്കാനായിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അതിലേക്ക് വെച്ചിട്ട് അത് അടച്ചു വയ്ക്കണം. ഒരു 5 മിനിറ്റൊക്കെ അടച്ചു വയ്ക്കണം. പിന്നെ തിരിച്ചിട്ടിട്ട് പിന്നെ ഒന്നും കൂടി അടച്ചു വയ്ക്കണം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനുള്ളപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇഷ്ടമായാൽ നിങ്ങളും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് സമയം വേണ്ടി വരും ഉണ്ടാക്കാനായിട്ട്, എന്നാലും അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഉച്ചകൊണ്ട് സമയമാകുന്നുണ്ട്. ചോറും തക്കാളിക്ക ചാറുകറിയും പിന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത് മീൻ കറിയൊക്കെ കൂടി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്